ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആയിട്ട് റേഡിയൻ്റ് ഒക്കെ ആയിട്ടിരിക്കാനും നല്ലൊരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറിയിട്ട് ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ കോമ്പിനേഷൻ ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് എണ്ണമയം. നോർമലായിട്ടുള്ള സ്കിൻ ടൈപ്പിന് അങ്ങനത്തെ എണ്ണമയത്തിൻ്റെ എണ്ണമെഴുക്കിൻ്റെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ കൂടുതൽ ഓയിലി സ്കിന്നുകാർക്കാണ് മുഖക്കുരുവും അതേപോലെ തന്നെ ഇനിയിപ്പോൾ മുഖക്കുരു വന്നാൽ ആ ഒരു കുരുവിൻ്റെ പാടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഓയിലി സ്കിൻ ആയതുകൊണ്ടിട്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഡെയിലി ബേസിൽ നന്നായിട്ട് അവരുടെ ആ ഒരു മുഖത്തെ എണ്ണമെഴുക്കും അങ്ങനത്തെ കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് പോലെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൽ സിങ്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്ലോയിങ് ആൻഡ് അതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമ്മുടെ ഫേസിനൊക്കെ തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗ്രാം ഫ്ലോർ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ഈസിയാണ്, രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ നമ്മുടെ നോർമൽ വാട്ടർ, ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാക്ക് ഇടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഓൺ വോയിസിൽ ചെയ്യാതെ വോയിസ് ഓവർ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകരുതൽ ചെയ്യണം. ആദ്യമേ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടാവണം ക്ലീനായിട്ട്. അതിനുശേഷം നമ്മുടെ ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ പകൽ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് ഈ ഒരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇങ്ങനത്തെ സംഭവങ്ങൾ സൺസ്ക്രീനൊക്കെ നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പം നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് ഒരു ടൈം വാഷ് ചെയ്താലൊന്നും നമ്മുടെ ഫേസിലത്തെ ആ ഓൾറെഡി അടങ്ങിയിട്ടുള്ള നമ്മൾ ഇട്ടിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അതൊന്നും പോകുകയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നീഡഡ് ക്വാണ്ടിറ്റി മാത്രം വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ കൂടി പോകാൻ പാടില്ല, ടു മച്ച് ലിക്വിഡ് ആവരുത്, എന്നാൽ ടു മച്ച് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത്. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സാഹസികമായിട്ട് സ്പൂണൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, അത് വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഫൈനലി ഞാൻ എൻ്റെ കൈ വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ബ്രഷ് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. അതായത് നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്താലും നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് എത്തും, എങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ സാഹസികമായിട്ട് കഷ്ടപ്പെട്ട് സ്പൂൺ കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡബിൾ ക്ലെൻസിങ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഡബിൾ ക്ലെൻസിങ്ങിന് നമ്മളൊരു ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ട് ഫേസ് നല്ലോണം വാഷ് ഓഫ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നത്. മറ്റൊരു വേ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈസലർ വാട്ടറില്ലേ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം നമ്മുടെ ഫേസൊക്കെ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പും അതായത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ കൈ വെച്ചിട്ട് ആദ്യം സാഹസികമായിട്ട് എൻ്റെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല, ഈവനായിട്ട് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എനിക്ക് പേഴ്സണലി ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഈവനായിട്ട് എല്ലായിടത്തും കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്കിപ്പം സാഹചര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും വെറ്റായിട്ടുള്ള ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻറ്റി ഏജിനിങ് ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്യും. അതിന് കാരണം ഇത് നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കടലപ്പൊടിയുടെ ആ ഒരു തരിതരി പോലെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊരു ആൻറ്റി ഏജിനിങ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് അവിടെ ഇവിടെയും പറ്റുന്ന രീതിക്ക് കുറച്ച് മാത്രം പൗഡറോ അല്ലെങ്കിൽ എന്താണെങ്കിലും പാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ശരിക്കും നന്നായിട്ട് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് ഇതൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേസ് പാക്കോ ഫേസ് മാസ്കോ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ ഒരു കാരണവശാലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കണം കേട്ടോ. അത് കാരണം മറ്റൊന്നുമല്ല, ഇതൊക്കെ നല്ലോണം ഡ്രൈ ആകുന്ന സ്റ്റേജിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വ്രിങ്കിൾസ്, അതായത് വലിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കരുത്. കുറച്ച് നേരത്തേക്ക് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യണം. ഫേസ് ഓവറോൾ ഞാൻ നമ്മുടെ കടലമാവ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വാട്ടറും കടലപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് എന്നുള്ള തരത്തിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ മതി. എങ്കിലും മാക്സിമം നമ്മളൊരു 15 മിനിറ്റ് എങ്കിലും വെച്ചാലേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഡെഡായിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു കടലപ്പൊടി നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പേസ്റ്റ് രൂപേണാണെങ്കിലും നന്നായിട്ട് നമ്മൾ ജെൻറ്റിലി ഒന്ന് മസാജ് ഓവർ ചെയ്യുമ്പോൾ ഒരു തരിതരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ആൻറ്റി ഏജിനിങ് മാത്രമല്ല, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുമ്പം റിങ്കിൾസും സാഗിങ് ഒക്കെ നന്നായിട്ട് കുറയും. പിന്നെ ഫൈൻ ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം, കടലപ്പൊടി മെയിൻലി നമ്മുടെ കോംപ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ടോണൊക്കെ നന്നായിട്ട് ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോയിങ് ആൻഡ് സോഫ്റ്റനിങ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബെനിഫിറ്റൊക്കെ കിട്ടും. പിന്നെ ഇതിൽ സിങ്ക് ഇൻക്ലൂഡാണ്, വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, അതായത് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ഒരു സ്പോട്ട് പോകാൻ വേണ്ടി കുറേ കാലങ്ങൾ അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ടാനിങ് അല്ലെങ്കിൽ ടാനൊക്കെ അടിച്ച് ഭയങ്കര കരുവാളിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതായിട്ട് ആ ഒരു ടാനൊക്കെ പോയി കിട്ടാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഭയങ്കര സിമ്പിളല്ല, ജസ്റ്റ് കടലപ്പൊടി ആൻഡ് നമ്മുടെ നോർമൽ പ്ലെയിൻ വാട്ടറാണ്. മിക്സിറ്റ് ചെയ്യുക, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് വാഷ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പൈസ ഒന്നും കൊടുക്കുകയും വേണ്ട, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയറും ചെയ്യാം. നല്ല രീതിക്ക് ബെനിഫിറ്റും കിട്ടും, യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. അങ്ങനെ ഞാനെൻ്റെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് 15 മിനിറ്റിന് ശേഷം. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നന്നായിട്ട് നമ്മൾ സൺസ്ക്രീനും പല പല ക്രീംസൊക്കെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് മോർണിംഗ് വൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡള്ളായിട്ടൊക്കെ ഇരിക്കും. ആ ഒരു ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇങ്ങനത്തെ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ പോഴ്സിനുള്ളിൽ തങ്ങിക്കിടന്നിട്ട് ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് എൻ്റെ ഫേസിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ തൊട്ട് വെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു കോംപ്ലക്ഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എണ്ണമെഴുക്കൊക്കെ നന്നായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ നന്നായിട്ട് പുറം തള്ളിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വന്നു, പാട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങളിത് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഒഴിവാക്കരുത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസാണ്, ഒരുപാട് പ്രൈസൊന്നും ഇല്ല. നമ്മൾ ഫേസ് പാക്കോ ഫേസ് മാസ്കോ എന്ത് അപ്ലൈ ചെയ്താലും ശരിക്കും നമുക്ക് നല്ല ബെനിഫിറ്റൊക്കെ കിട്ടും. അതല്ല, നമ്മളിങ്ങനത്തെ സ്ക്രബിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി തരിതരിപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പി എച്ചിൻ്റെ ബാലൻസ്, സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ഒന്ന് ഡിസ്റ്റർബ് ആകും കേട്ടോ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസറാണ് കേട്ടോ. അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ഡേയ്സൊക്കെ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഡിഫറൻസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് അധികം ചിലവൊന്നും ഇല്ലല്ലോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഇല്ല. നമ്മൾ ഓരോരോ ക്രീംസൊക്കെ വാങ്ങിച്ച് എന്തുമാത്രം ക്യാഷും അതോടൊപ്പം തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പ്രോപ്പർ വേയിൽ.